ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അറ്റ് മൈ ഫേവറേറ്റ് റെസിപ്പീസ്. ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് വെച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. അതിനു മുമ്പായി ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി കുക്കിങ്ങിലോട്ട് പോകാം. ഇതിനായി ഞാനൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ആഡ് ചെയ്യാം. കൂടെ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് 1 ഗ്ലാസ് പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ 1/2 ലിറ്റർ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ബാക്കി പാലും ചേർത്ത് ഇതുപോലെ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായി കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോവും. ഇപ്പോൾ ഏകദേശം ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുഡിംഗ് ട്രേയിലേക്ക് ഞാൻ ഇതിൻ്റെ പകുതി ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഇനി ബാക്കിയുള്ള ഈ ചോക്ലേറ്റ് മിക്സ് ഇതുപോലെ ചൂടുവെള്ളം വെച്ച് കൊടുക്കാം, ഇല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. ഇനി ഒരു ലെയർ കൂടി ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ലെയറാണ് ഇനി തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതിലേക്ക് 1 കപ്പ് ഷുഗറും 1/2 ലിറ്റർ പാലും 1 ടേബിൾ സ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് നല്ലൊരു ക്രീമായി വരുന്നത് വരെ ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ക്രീമായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നേരത്തെ ഒഴിച്ചു വെച്ച ചോക്ലേറ്റ് ബാറ്ററിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇതിന് മുകളിൽ നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായി എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ചോക്ലേറ്റ് പുഡിംഗ് സെറ്റായി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം. അതിനു മുമ്പായി അല്പം കളർ ഡെലിക്കേറ്റ് ചോക്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.